ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തനി നാടൻ രീതിയിൽ മൈദയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. പൊതുവേ നെയ്യപ്പം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അരി കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ്. കപ്പിൽ തന്നെ അളക്കണം എന്നൊന്നുമില്ല. നമുക്കത്